രജിസ്ട്രേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു വീട്ടിൽ ചെന്ന് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു, പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു, കസ്റ്റമർ പ്രൊഡക്റ്റ് വൈസ് ഓക്കെ നല്ല പ്രൊഡക്റ്റ് ആണെന്ന് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ ചെയ്യേണ്ടത് ഉടൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ്. ആ സമയത്ത് നമുക്കിത് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒന്നിക്കൽ സീനിയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യണം. അദ്ദേഹത്തിന്റെ ആധാർ കാർഡിന്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മൾ ഇറങ്ങണം, സാർ 2 ദിവസം ഞാൻ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി ജോയിൻ ചെയ്യിച്ച് പിന്നെ റിസൾട്ട് എടുക്കുമ്പോഴേക്കും അദ്ദേഹത്തിനടുത്ത് ഉള്ള ഇൻകം സോഴ്സ് ചിലപ്പോൾ 2 ദിവസം കൊണ്ട് വഴിമാറി പോകും. പിന്നെ നമ്മൾ ചെന്ന് പ്രൊഡക്റ്റ് ചെന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് ഇൻകം ഇല്ല, ആ സോഴ്സ് ഇല്ല, അത് മാറിയിട്ടുണ്ടാവും. അപ്പൊ ഈ ബിസിനസ്സിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം യെസ് എന്ന് പറഞ്ഞാൽ ഉടനെ ബിസിനസ് ആക്കി മാറ്റുക, അത് വളരെ തന്ത്രപൂർവ്വം. ഒരിക്കലും പിന്നെ എന്നുള്ളൊരു വാക്ക് ഇതിനകത്തില്ല, ഈ നമ്മുടെ ബിസിനസ്സിനകത്ത് ഇല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും രജിസ്ട്രേഷൻ എന്നുള്ളത് മസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം, വളരെ സിമ്പിൾ ആണ്. അതുപോലെ രണ്ടാമതൊരു ഓപ്ഷൻ നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ്, ഇതും പഠിച്ചിരിക്കണം. അദ്ദേഹം രജിസ്ട്രേഷൻ ചെയ്യാൻ അദ്ദേഹം ആധാർ കാർഡ് തന്നു, നമ്മൾ ഉടനെ രജിസ്റ്റർ ചെയ്തു, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു MA നമ്പർ എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് പതുക്കെ ഉടനെ തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗ് അദ്ദേഹത്തിന് കൊണ്ട് ഒരു ബിസിനസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതേപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് നമ്മൾ പഠിക്കണം, അത് നമുക്ക് വേറെ സന്ദർഭത്തിൽ പഠിക്കാൻ അവസരമുണ്ട്. അപ്പൊ ഓക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉടനെ ചെയ്യണം. അല്ലാതെ നമ്മൾ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ രജിസ്റ്റർ ചെയ്തെങ്കിൽ അവിടെ 50-50 ആയി, ചാൻസ് നമ്മുടെ ഒരിക്കലും ഫുൾ എന്ന് പറയാൻ പറ്റില്ല, 50-50 ആയി. കാരണം പിന്നെ എന്ത് വേണമെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കാശ് വഴിമാറി പോകുമ്പോൾ ഒരിക്കലും നമുക്ക് ബിസിനസ് എടുക്കാൻ സാധിക്കില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഒരു ഓപ്ഷൻ എടുക്കാൻ കാരണം. ഓക്കെ, ഞാൻ എന്തായാലും നേരെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കയറുകയാണ്. ഞാനൊന്ന് ഷെയർ ചെയ്യാം. നമുക്ക് പ്രോഗ്രാം പെട്ടെന്ന് തീരുന്ന പ്രോഗ്രാമാണ്, പക്ഷെ ഉള്ളവർ ഒന്ന് കയറിയവരൊന്ന് ശ്രദ്ധിക്കുക. ചിലവർ അറിയുന്നവരായിരിക്കാം, എന്നിരുന്നാലും ഒരു റിപ്പീറ്റേഷൻ നിലയ്ക്ക് ഒന്നുകൂടെ പഠിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പൊ എല്ലാവരും ഉള്ളതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉടനെ കാര്യങ്ങൾ ഒന്നുകൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ ചെയ്യുന്നത്, ഒരു മിനിറ്റ്, ഞാനും കൂടെ ഒന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. Recording stopped. അവിടെ ചെയ്തോളൂ. ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എന്റെ മൊബൈലിന്റെ ഫ്രണ്ടിലുള്ള പേജാണ്, മൊബൈലിന്റെ ഫ്രണ്ടാണ് ഇപ്പൊ കാണുന്നത്. ഇതുപോലെയാണ് ഒരു എല്ലാവരും മൊബൈൽ പല ആപ്സ് ഉണ്ടാവും. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഇവിടെ കണ്ടില്ലേ ഈ 4ാമത്തെ വരിയിലെ 4ാമത്തെ ഒരു ക്രോം, ഇതാണ് ഞാൻ എടുക്കാറ്, ഇതാണ് നമ്മൾ എടുക്കേണ്ടത്, ഗൂഗിൾ ക്രോം. ഗൂഗിൾ ക്രോം ആണ് നമുക്ക് ഏറ്റവും സൗകര്യം ചെയ്യാനായിട്ട്. ഇത് ഒരുവിധം എല്ലാവരും മൊബൈലിൽ ഉണ്ടാവും ഗൂഗിൾ ക്രോം എന്നുള്ളത്. 4ാമത്തെ വരിയിൽ കണ്ടില്ലേ, 4ാമത്തെ ഒരു ആപ്പാണ്, റെഡ് ഗ്രീൻ യെല്ലോ കളറുള്ളത് റൗണ്ടിൽ, അതിനെ ഞാൻ ക്ലിക്ക് ചെയ്തു, ക്രോം എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പൊ ക്രോമിന്റെ ഫ്രണ്ട് പേജ് വന്നു. ഇതാണ് ഗൂഗിൾ ക്രോമിന്റെ ഫ്രണ്ട് പേജ്. ഇത് നമ്മൾ മൊബൈൽ എത്ര പരിചയമില്ലാത്തവരും ഇതൊന്ന് പഠിച്ചാൽ ചെയ്യാവുന്ന വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. സിമ്പിൾ ആയിട്ട് ചെയ്യുക. ഇതിനൊരു ടഫായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ടഫായി തോന്നും. അപ്പൊ ഒരിക്കലും നമ്മളിത് ഒരു ടഫായിട്ട് തോന്നരുത്, സിമ്പിളായി ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്യാത്തവർ വീട്ടിലിരുന്ന് ചെയ്യുക. ഏതുവരെ ചെയ്യുക ഞാൻ ലാസ്റ്റ് പറയാം. അതുവരെ നമുക്ക് എത്ര തവണ ചെയ്താലും നമുക്കൊരു പ്രോബ്ലം ഇല്ല. ഞാൻ അതുവരെ പറഞ്ഞുതരാം. ഇതെല്ലാം നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് ഈ ഫ്രീ സമയം കിട്ടുന്ന സമയത്ത് ഇത് എഴുതിയെടുത്തിട്ടോ എങ്ങനെയാണെങ്കിലും ഇതൊന്ന് ചെയ്ത് പഠിക്കുക. ഇത് സിമ്പിളായി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഷീറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൽ സെർച്ച് എന്ന് കണ്ടില്ല, ഒരു ഓപ്ഷൻ കണ്ടില്ല നീല കളറിൽ, അവിടെ ടച്ച് ചെയ്യുക. അവിടെ തൊട്ട് കഴിഞ്ഞാൽ ഇതുപോലൊരു ക്ലിക്ക് ചെയ്യും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ www.modicare.com. അപ്പൊ ഞാനിത് പലതവണ നമ്മൾ എടുക്കുന്നതുകൊണ്ടാണ് കണ്ടില്ല, താഴെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകിൽ ഇതിൽ ഗോന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ താഴെ നീല കളറിൽ കണ്ടില്ലേ മോഡിക്കെയർ, അത് ടച്ച് ചെയ്തപ്പോൾ മോഡിക്കെയറിന്റെ വെബ് പേജിലാണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത്, കമ്പനിയുടെ വെബ് പേജ്. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി നമ്പർ എടുത്തുള്ളവരാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനകത്ത് കയറി നമ്മളെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷനാണ് ഇപ്പൊ ഈ ബ്ലാക്ക് കളറിൽ കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ ഒരാളുടെ ചിത്രത്തിൽ, ആ ചിത്രത്തിൽ തൊട്ട് കഴിഞ്ഞാൽ മതി. ഇതുപോലെ സൈൻ ഇൻ, രജിസ്റ്റർ, ഡെലിവർ ടു സെലക്ട്. ഇതിൽ സൈൻ ഇൻ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കുന്നുണ്ട് MA നമ്പർ, പാസ്വേഡ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി എല്ലാവരും MA നമ്പർ, പാസ്വേഡ് എടുത്തുള്ളവരാണെങ്കിൽ അവിടെ നമ്മുടെ MA നമ്പറും പാസ്വേഡ് അടിച്ച് സൈൻ ഇൻ കൊടുത്താൽ നമ്മുടെ വെബ്സൈറ്റിനകത്ത്, നമ്മുടെ ഷീറ്റിനകത്ത് കയറി അവിടെ നമ്മളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇത് സൈൻ ഇൻ ആണ്. ഇത് പുതുതായിട്ട് സൈൻ ഇൻ ചെയ്യാത്തവർക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഈ ലെഫ്റ്റ് സൈഡിനെ, ഞാൻ ഇതൊന്നും വേണ്ട, നമുക്ക് ഏറ്റവും ബ്ലാക്കിനകത്ത് ലെഫ്റ്റ് സൈഡ് കണ്ടില്ല, ഡാഷ്ബോർഡ് വരെ 2 ഓറഞ്ച് വരാം, അതിലൊന്ന് ടച്ച് ചെയ്യുക. സിമ്പിൾ ആയിട്ട് ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഷോപ്പ്, ഹോം, എബൌട്ട് അസ്, ജോയിൻ അസ്, മോഡിവേ, ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെയുള്ള 5 ഇതിലായി വരുന്നുണ്ട്.
ഇതിന് നമുക്ക് ആവശ്യം ജോയിനസ് ആണ്. നമ്മളൊരു വ്യക്തി ജോയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജോയിനസ് എന്നുള്ളത് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ പുതിയ ഒരു വിൻഡോ വീണ്ടും വന്നു. അവിടെ നമ്മൾ ഇതിനകത്ത് ഒരുപാട് താഴേക്ക് നമുക്ക് ഒരുപാട് റൺ ചെയ്യാനുണ്ട്. അതൊന്നും നമുക്ക് നോക്കി പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അഡ്വൈസർ രജിസ്ട്രേഷൻ, ആ നീല കളറിൽ എഴുതിയ കാണുന്ന അഡ്വൈസർ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു പേജിലേക്ക് വന്ന് ബിക്കം ആൻ അഡ്വൈസർ. അവിടെ നമുക്കുള്ള ഡീറ്റെയിൽ എല്ലാം തരുന്നുണ്ട്. റീറ്റെയിൽ പ്രോഫിറ്റ് 33%, ഓൺ ഹോൾസെയിൽ പ്രൈസ്, കണ്ടില്ല, ലോയൽറ്റി റിവാർഡ്സ് പ്രോഗ്രാം. ഇതെല്ലാം നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ. അപ്പൊ സമയം കിട്ടുമ്പോൾ ഇതെല്ലാം എടുത്തൊന്ന് വായിച്ച് പഠിക്കുക. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിനകത്ത് താഴേക്ക് വരുന്തോറും നമ്മൾ വിഷയത്തിലേക്ക് വരാം. ഇവിടെ നമുക്ക് ഇപ്പൊ അറിയാം, നമുക്ക് ഷെയറിംഗ് ബോണസ് ഉള്ളതുകൊണ്ട് പണ്ടെല്ലാം ഒരു നമ്മുടെ MCA നമ്പർ ആരാണ് ജോയിൻ ചെയ്യുന്നത് അവര് MCA നമ്പറാണ് അവിടെ അടിക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിരുന്നു. ഇപ്പൊ ഒന്നും കൂടെ കൺഫ്യൂഷൻ ചെറിയൊരു ഇതുണ്ട്. ഷെയറിംഗ് ബോണസ് ഉള്ളതുകൊണ്ട് സ്പോൺസർ MAയും വേണം, പ്ലേസ്മെന്റ് MAയും വേണം. സ്പോൺസർ MA പറയുന്ന ആരാണോ സ്പോൺസർ, ഇപ്പൊ ഞാനാണ് സ്പോൺസർ, ഒരു വ്യക്തിയെ പുതിയൊരു വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ ഞാനിവിടെ സ്പോൺസർ MA ആണ്. അപ്പൊ ഞാനിവിടെ സ്പോൺസർ MA എന്നുള്ള അവിടെ ടിക്ക് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ നമ്പർ അടിക്കുകയാണ് 71130763. അത് കഴിഞ്ഞ് ഗോ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉടനെ വന്നു കഴിഞ്ഞു. കണ്ടില്ല, നോക്കിക്കോളൂ, കണ്ടില്ല, എന്റെ നമ്പർ അടിച്ചത് പേര് താഴെ വന്നു, അനിൽകുമാർ M. അപ്പൊ ഞാൻ അടിച്ച നമ്പർ തെറ്റിയിട്ടില്ല. അത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ ഭാഗം ക്ലിയർ ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു വ്യക്തിയെ കൊണ്ട് ജോയിൻ ചെയ്യുന്നുണ്ട്, അത് അവിടെ ജോയിൻ ചെയ്യിക്കണം. ഒന്നുകിൽ നമ്മുടെ താഴെ, ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ താഴെ നമുക്ക് അദ്ദേഹത്തിന് ജോയിൻ ചെയ്യിക്കാം. അതാണ് പ്ലേസ്മെന്റ് MA. എവിടെയാണ് പ്ലേസ്മെന്റ് ചെയ്യേണ്ടത് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ താഴെ ഇല്ലെങ്കിൽ ആരോ നമ്മുടെ ടീമിലുള്ള ആരോ താഴെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പ്ലേസ്മെന്റ് ചെയ്യാം. അപ്പൊ പ്ലേസ്മെന്റ് ചെയ്യേണ്ടത് ആരുടെ നമ്പർ താഴെയാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇനിയിപ്പോ നമ്മുടെ താഴെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇപ്പൊ എന്റെ താഴെ തന്നെ ഒരു വ്യക്തിയെ ഡയറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മളൊന്നും അടിക്കണ്ട, പ്ലേസ്മെന്റ് MA കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഡയറക്റ്റ് ആയിട്ട് എന്റെ താഴെ തന്നെ ജോയിനിങ് ആയിക്കോളും. സപ്പോസ് ഞാൻ എന്റെ ടീമിലെ വേറൊരു വ്യക്തിയുടെ താഴെയാണ് അദ്ദേഹത്തിന് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ പ്ലേസ്മെന്റ് MA നമ്പറാണ് ഞാൻ ഇവിടെ അടിക്കേണ്ടത്. അപ്പൊ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്പർ ചോദിക്കും. അവിടെ ഞാൻ എൻ്റെ ഒരു ടീമിലുള്ള ഒരു വ്യക്തിയുടെ നമ്പർ അടിച്ചു കൊടുക്കുകയാണ്, 76265199. ഗോ കൊടുത്തു. കണ്ടില്ലേ, ഞാൻ അടിച്ച നമ്പർ വർഗീസ് CD. എന്റെ ടീമിലുള്ള ഒരു വ്യക്തിയുടെ പേരാണ്. ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി അടിച്ചാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ MA നമ്പർ അടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വന്നു. അപ്പൊ രണ്ടാമത്തെ നമ്മൾ അടിച്ച നമ്പർ കറക്റ്റ് ആണ്. എന്റെ ഫസ്റ്റ് അനിൽകുമാർ M, രണ്ടാമത് വർഗീസ് CD. ഓക്കെ, ഇത്രയും ചെയ്ത് അടിച്ച് നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് നെക്സ്റ്റ്, അടുത്ത പേജിലേക്ക് നമ്മൾ മാറുന്നു. ഇവിടെ ബിക്കം ആൻ അഡ്വൈസർ. ഇനി നമ്മൾ അഡ്വൈസറായി ജോയിൻ ചെയ്യിക്കാൻ പോകുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു, നമ്മുടെ MCA നമ്പർ അല്ലെങ്കിൽ നമ്മുടെ MA നമ്പർ അടിച്ചോട്ട് നമ്മുടെ ജോലി കഴിഞ്ഞു. ഇനി ഇദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ്, നമ്മൾ പുതുതായി വരുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എൻ്റർ ഫസ്റ്റ് നെയിം, കണ്ടില്ലേ, അവിടെ ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാർ എന്ന് വെച്ചാൽ കമ്പൽസറി ആണ്. എവിടെയെല്ലാം ഏതെല്ലാം കള്ളിയിൽ സ്റ്റാർ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം കമ്പൽസറി ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. ആ കള്ളി നമ്മൾ ഫില്ല് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് കടക്കാൻ സാധിക്കില്ല. അപ്പൊ സ്റ്റാർ കൊടുത്തവിടെ എന്തിനായാലും അത് ഫില്ല് ചെയ്ത് പോവാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ എൻ്റർ ഫസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട്, അവിടെ ടിക്ക് ചെയ്തു. നമുക്ക് നമ്മുടെ അദ്ദേഹത്തിന്റെ ആധാർ കാർഡിൽ എന്താണോ പേര് അതാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്തു മാത്രം, സിമ്പിൾ ആയിട്ട്. ശരിക്കും അദ്ദേഹത്തിന്റെ ആധാർ കാർഡിലെ പേരെന്താണോ അത് നമ്മൾ ടൈപ്പ് ചെയ്യുക. എൻ്റർ ലാസ്റ്റ് നെയിം, അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ ആണ്, എന്താണോ ഇനീഷ്യൽ അതവിടെ കൊടുക്കുക. ഓക്കെ, ഇനീഷ്യൽ കൊടുത്തു. ഇനി അടുത്ത മൂന്നാമത്തെ കള്ളിയിൽ വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അതിന് വീണ്ടും ടച്ച് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്തിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ വരും. ഇവിടെ ഒരു കലണ്ടർ പോലെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എക്സാമ്പിൾ, അപ്പൊ അദ്ദേഹത്തിന്റെ ഇയർ 1985 വിചാരിക്കുക. ഇവിടെ 2007 കാണുന്നത്, കണ്ടില്ലേ മേലെ, ആ 2007 ടച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. എവിടേക്ക് വേണമെങ്കിൽ, താഴേക്കോ മേലേക്കോ. ഇതിൽ മേലേക്ക് ഞാൻ താഴേക്ക് വലിക്കുകയാണ്. അപ്പൊ അവിടെ 1985 അതിൽ നമ്മൾ ടച്ച് ചെയ്യുക. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക്കലി 1985 ഇയർ വന്നു കഴിഞ്ഞു. ഇനി ഇദ്ദേഹത്തിന്റെ ഇയർ മാസം ഇല്ലെങ്കിൽ ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 26 വിചാരിക്കുക. അപ്പൊ വീണ്ടും ഏപ്രിലിൽ ടച്ച് ചെയ്യുക. ഏപ്രിൽ ടച്ച് ചെയ്താൽ വീണ്ടും അവിടെ മാസങ്ങളിലെ എല്ലാം ഡീറ്റെയിൽ വന്നു. ഇവിടെ നമ്മൾ ജാനുവരി എന്നുള്ള ടച്ച് ചെയ്യുക. അപ്പൊ ജനുവരി മാസത്തെ കലണ്ടറും വന്നു. ഇനി അതിൽ 26 ഡേറ്റ് എന്നുള്ളത് ജസ്റ്റ് ടിക്ക് ചെയ്യുക. അപ്പൊ 26/1/1985 ഡേറ്റ് ഓഫ് ബർത്ത് പക്കയായി. ഓക്കെ, ഇനി നമുക്ക് സെലക്ട് ജെൻഡർ. ഇദ്ദേഹം എന്താണ്, പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മെയിൽ ഓർ ഫീമെയിൽ അല്ലെങ്കിൽ അതർന്ന് കൊടുക്കാം. ഇവിടെ മെയിൽ, ഞാൻ മെയിൽ ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ ചോദിക്കുന്നത് ഐ ഹാവ് കോ അപ്ലിക്കന്റ്, ഒരു നോമിനി ഡീറ്റെയിൽസ് ആണ്. നമുക്ക് നോമിനി ഇപ്പൊ തന്നെ നമുക്ക് വെക്കാം, ഇല്ലെങ്കിൽ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം. അതിന് ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് അർജന്റ് അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ ചെയ്യാം. അപ്പൊ നമുക്ക് ഐ ഹാവ് കോ അപ്ലിക്കന്റ് ഉണ്ടെങ്കിൽ അതിന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ആ കള്ളിക്കകത്ത് ജസ്റ്റ് ടച്ച് ടിക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ അദ്ദേഹത്തിന്റെ നോമിനി ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ആ നോമിനി ചിലപ്പോൾ വൈഫായിരിക്കാം. എന്റെ ഫസ്റ്റ് ടൈം വൈഫിന്റെ പേര് കൊടുക്കുക, ഇനീഷ്യൽ കൊടുക്കുക, വൈഫിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ ചെയ്യുക. സെലക്ട് ജെൻഡർ, അവിടെ പോയിട്ട് ലേഡീസ് മറ്റേ ഫീമെയിൽ എന്നുള്ളത് അവിടെ ടിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ടാണ് നെക്സ്റ്റ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളത് കൊടുത്താലും ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം. നോമിനി ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം, നിർബന്ധമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അപ്പൊ തന്നെ ചെയ്തിട്ടാൽ ആ പണി കഴിഞ്ഞു, പിന്നെ നമുക്ക് അതിനെ കുറിച്ച് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ആ ടിക്ക് എടുത്തു കളഞ്ഞു, നെക്സ്റ്റ് എന്നുള്ള കൊടുക്കുകയാണ്. അടുത്ത പേജിലേക്ക് കടന്നു. അടുത്ത പേജിൽ വീണ്ടും അദ്ദേഹത്തിന്റെ അഡ്രസ് ആണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ചോദിക്കുന്നത് ഫ്ലാറ്റ്, ഹൗസ് നമ്പർ, ബിൽഡിംഗ്, അപ്പാർട്ട്മെന്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ ഫ്ലാറ്റിന്റെ പേരുണ്ടെങ്കിൽ ഫ്ലാറ്റിന്റെ പേരോ എന്തുകൊണ്ട് നമുക്ക് അടിച്ചു ചെയ്യാം. ഹൗസ് നമ്പർ ഞാൻ അടിക്കുകയാണ്, ജസ്റ്റ് ഒരു നമ്പർ 1123. ഓക്കെ, ആ വീട്ടിന്റെ നമ്പറാണ് അടിച്ചുള്ളത്. അടുത്ത സെക്കൻഡ് ലൈനിൽ ഏരിയ, സ്ട്രീറ്റ്, സെക്ടർ, വില്ലേജ്, ഇതെല്ലാം സ്റ്റാറോട് കൂടിയാണ്. അപ്പൊ അവിടെ എന്തായാലും നമ്മൾ എന്തായാലും ചെയ്തേ പറ്റൂ. അപ്പൊ ഏരിയ ഏതാണോ, സ്ട്രീറ്റ് ഏതാണോ, സ്ട്രീറ്റ്, സെക്ടർ ഏത് വില്ലേജ് ആണോ, അവിടെ ഏത് അടിച്ചാലും അത് കയറി പോയിക്കോളും. ഞാനിവിടെ ഷൊർണൂർ അടിക്കുകയാണ്, ഷൊർണൂർ. ഇനി അഡ്രസ്സ്, അതും വിത്ത് സ്റ്റാർ ആണ്, അഡ്രസ്സ് നിർബന്ധമാണ്. അപ്പൊ ഞാനിവിടെ നമുക്ക് ശരിക്കും ആധാർ കാർഡിലെ അഡ്രസ്സ് നോക്കിയിട്ട് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ ആണ്. ആധാർ കാർഡ് അതേപോലെ കോപ്പി ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അഡ്രസ് ഞാൻ വെറുതെ ടിക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ലാൻഡ്മാർക്കും നിർബന്ധമാണ്, വിത്ത് സ്റ്റാർ ആണ്. അപ്പൊ ലാൻഡ്മാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു നമ്പർ കൊടുത്തു, മൊബൈൽ നമ്പർ കൊടുത്തു, ഓൾട്ടർനേറ്റ് രണ്ടാമത് നമ്പറും കൊടുത്തു. നമ്മൾ ഓൺലൈനിലാണ് ഷോപ്പിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അഡ്രസ്സിലേക്ക് കൊറിയർ വരികയാണ്. കൊറിയർ വരുമ്പോൾ നമ്മുടെ ഈ രണ്ട് നമ്പറും വിളിക്കുമ്പോൾ രണ്ട് നമ്പറും ഔട്ട് ഓഫ് റേഞ്ചോ സ്വിച്ച് ഓഫ് ആണ് വിചാരിക്കാം. ഇവർക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ ഈ ലാൻഡ്മാർക്ക് കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ലാൻഡ്മാർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ പരിസരമുള്ള ഏതെങ്കിലും ഒരു പ്രസിദ്ധമായ എന്താണോ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ നിയർ ബൈ ഇന്ന കോവിൽ, അല്ലെങ്കിൽ ടെമ്പിൾ എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നിയർ ബൈ ലൈബ്രറി, ഇല്ലെങ്കിൽ നിയർ ബൈ ബസ് സ്റ്റാൻഡ്, നിയർ ബൈ റെയിൽവേ സ്റ്റേഷൻ, എങ്ങനെ എന്താണോ നമ്മുടെ വീട് ഏതിന്റെ പരിസരത്താണോ അത് നമ്മൾ അവിടെ ജസ്റ്റ് അടിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു അമ്പലമാണോ എന്താണ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളാണോ, ഇല്ലെങ്കിൽ ലൈബ്രറി ആണോ, ഇല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിന്റെ അടുത്താണോ, ജസ്റ്റ് ആ ലാൻഡ്മാർക്ക് അത് മാത്രം അടിച്ചു കൊടുക്കുക. ഞാൻ വെറുതെ ടൈപ്പ് ചെയ്ത് പോകണം, അത് ശരിക്കും അവിടെ അടിച്ചു കൊടുക്കണം. പിന്നെ പിൻകോഡാണ് ചോദിക്കുന്നത്. പിൻകോഡ് നമ്മുടെ എന്താണോ പിൻകോഡ് അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ പിൻകോഡ് ടൈപ്പ് ചെയ്ത സമയത്ത് തന്നെ പാലക്കാട്, കേരള അവിടെ വന്നു, ഒരു വേറൊരു വിൻഡോ വന്നു, അതിൽ ടച്ച് ചെയ്യുക. അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി പിൻകോഡും കയറി വന്നു, സ്റ്റേറ്റ് കേരള എന്ന് വന്നു, സിറ്റി പാലക്കാടും വന്നു. ഓക്കെ, അടുത്ത് രണ്ടാമതൊരു കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പറാണ്. ഈ നമ്മൾ ചേർത്തുന്ന ഈ വ്യക്തിയുടെ മൊബൈൽ നമ്പർ, അദ്ദേഹം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ, കൊറിയറുകാർക്ക് ഏറ്റവും യൂസ്ഫുള്ളിന് വേണ്ടിയാണ് മൊബൈൽ നമ്പർ ചോദിക്കുന്നത്. അവിടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഫാൻസി നമ്പർ അടിച്ചു കൊടുക്കുകയാണ് വെറുതെ. ഓക്കെ, ആൾട്ടർനേറ്റ് നമ്പർ, രണ്ടാമതൊരു നമ്പർ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് രണ്ടാമതൊരു ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും വൈഫിന്റെയോ ആരുടെയാണ് നമ്പർ, അത് ജസ്റ്റ് ആൾട്ടർനേറ്റ് നമ്പർ നിർബന്ധമായിട്ട് അടിക്കണം. അത് ഞാൻ വെറുതെ ഫാൻസി നമ്പർ അടിച്ചു കൊടുത്താണ്. പിന്നെ ചോദിക്കുന്നത് ഇമെയിൽ ഐ ഡി, അത് സ്റ്റാർ ഇല്ല, നിർബന്ധമില്ല. പാൻ നമ്പർ ഉണ്ടെങ്കിൽ പാൻ നമ്പർ അടിച്ചു കൊടുക്കാം, അതും സ്റ്റാർ ഇല്ല, നിർബന്ധമല്ല. പിന്നെ FSSAI നമ്പർ ചോദിക്കുന്നുണ്ട്, അതും നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തേക്ക് നിർബന്ധമില്ല. അപ്പൊ നമ്മൾ ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത് KYC ആണ് നോ യുവർ കസ്റ്റമർ. അതായത് കമ്പനിയെ നമ്മൾ ഈ കസ്റ്റമറിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്, അതാണ് KYC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് ഞാൻ കാണിച്ചു തരാം. അവിടെ തന്നെ ചോപ്പിൽ എഴുതിയിട്ടുണ്ട് ടൈം ലൈൻ ഫോർ OTP. ഒന്ന് നമ്മൾ അദ്ദേഹത്തിന് മുന്നിൽ ഇരുന്നുകൊണ്ടാണ് ജോയിൻ ചെയ്യിക്കുന്നതെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മൊബൈലിൽ ഒരു OTP നമ്പർ വരും. ആ OTP നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പണി എളുപ്പമാണ്. അപ്പൊ തന്നെ ആ ആധാറിനെ സെർച്ച് ചെയ്തുകൊണ്ട് അത് കമ്പനി സ്വീകരിച്ചോളും, നമുക്ക് വളരെ എളുപ്പമാണ്. രണ്ടാമതൊരു ഓപ്ഷൻ, നമ്മൾ ഈ OTP അദ്ദേഹത്തിന് അടുത്തില്ലെങ്കിൽ, സപ്പോസ് വിചാരിക്കുക അദ്ദേഹത്തിന് നമ്മൾ ആധാർ നമ്പർ അടിച്ചു കൊടുത്തുകൊണ്ട് ആധാറിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം മാക്സിമം ഒരു 5 വർക്കിംഗ് ഡേയ്സ് ആവും ഈ രജിസ്ട്രേഷൻ വരാൻ, മാക്സിമം അത്രയും ടൈം എടുക്കില്ല. ഇതാണ് രണ്ട് ഓപ്ഷൻ. അപ്പൊ നമ്മൾ ആധാറിൽ വരുന്ന OTP അദ്ദേഹത്തിന് OTP അടിച്ചു കൊടുത്താൽ വിത്തിൻ സെക്കൻഡിനകം അദ്ദേഹത്തിന് മെസ്സേജ് വരും, നമുക്ക് മെസ്സേജ് വരും. ഓക്കെ, രജിസ്ട്രേഷൻ ഫില്ലായി എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോ ഇതൊന്നുമില്ല, KYC നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം KYC ഇല്ലെങ്കിൽ ജോയിനിങ് നടക്കും, പക്ഷെ 15 ദിവസത്തിനകം KYC അപ്ഡേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. അവിടെ തന്നെ ചോപ്പിൽ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. KYC പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിക്കാം, പക്ഷെ വിത്തിൻ 15 ദിവസത്തിനകം KYC അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആ നമ്പർ കട്ടായി പോകും. അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിലൊരു കാര്യം ആലോചിക്കുക, KYC അപ്പൊ തന്നെ ചെയ്തു പോവാണെങ്കിൽ ഏറ്റവും ബെറ്റർ.
15 ദിവസം കൊണ്ട് നമ്മൾ മറന്നുപോയി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ നല്ലൊരു കസ്റ്റമർ ആയിരിക്കും നമുക്ക് നഷ്ടപ്പെടുക. അതിലാണ് സ്കിപ്പ് KYC എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ അതിന് താഴെ കണ്ടില്ല, സെലക്ട് അഡ്രസ് പ്രൂഫ് ഫോർ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ഏരോ കൊടുത്തിട്ടുണ്ട്, ആ ഏരോ ടച്ച് ചെയ്യുക. ഏരോ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നിട്ടുണ്ട് ആധാർ, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID. 4 നമുക്ക് ഏത് വാല്യുബിൾ ഏതാണോ കറക്റ്റ് ആണോ അത് നമുക്ക് കൊടുക്കാം. അധികം പേരും മേടിക്കുന്നത് ആധാറാണ്. ആധാർ ചോദിച്ചാൽ എല്ലാവർക്കും എളുപ്പമാണ് തരാനായിട്ട്. അപ്പൊ ആധാർ നമ്മൾ ടിക്ക് ചെയ്തിട്ട് ഇവിടെ ആധാർ നമ്പർ പ്രത്യേകം ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഫാൻസി നമ്പർ കൊടുത്താൽ മാത്രം ഇതുവരെ ഞാൻ ചെയ്ത പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആധാർ നമ്പർ പക്കയായിരിക്കണം. ആ നമ്പർ കൊടുത്താൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളതിലേക്ക് കയറാൻ സാധിക്കുള്ളൂ. അപ്പൊ ഞാൻ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇത് എന്റെ മോളിലെ ആധാർ നമ്പർ ആണ്. ആധാർ നമ്പർ അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് 2 ഓപ്ഷൻ ഉണ്ട്, വെരിഫൈ യൂസിങ് OTP. അതായത് OTP മുഖാന്തരം നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. ഇനി വെരിഫൈ മാനുവൽ വന്നാൽ നമ്മൾ മാനുവൽ ആയിട്ട് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ്, ആധാർ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അടിച്ചു കൊടുത്തിട്ട് ജോയിൻ ചെയ്യാം. വിത്തിൻ ചിലപ്പോൾ 5 ദിവസം മാക്സിമം ടൈം എടുക്കും. വെരിഫൈ യൂസിങ് OTP എന്നുള്ളത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൊടുത്തുള്ള ആധാർ നമ്പർ കറക്റ്റ് ആണോ, കമ്പനിയിൽ വേറെ ഏതെങ്കിലും കയറിയിട്ടുണ്ടോ, ഈ നമ്പറിൽ ആരെങ്കിലും ജോയിൻ വെച്ചിട്ടുണ്ടോ എന്നുള്ള സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വന്നു കഴിഞ്ഞു. താഴെ കണ്ടില്ലേ നമ്മുടെ OTP ഇവിടെ അടിച്ചു കൊടുക്കാനായിട്ട് എൻ്റർ OTP എന്നുള്ളൊരു ഓപ്ഷൻ വന്നു. അതിന്റെ താഴെ കണ്ടില്ലേ ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ്. 25 സെക്കൻഡ് ആണ് തോന്നുന്നുണ്ട്. റീസൺ 20, 19, 18 കുറയാണ്. ഇതിനകം നമ്മൾ ഓടിച്ച് അദ്ദേഹത്തിന്റെ മെസ്സേജ് വേഗം ഓപ്പൺ ചെയ്ത് OTP എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ KYC ക്ലിയർ ആയി. ഇപ്പൊ ഞാനത് അടിക്കുന്നില്ല. റീസൺ 9, ടൈം കണ്ടില്ലേ 9, 8, 7 ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. 4, 3, 2, 1. അവിടെ OTP കൊടുത്തില്ല. നമ്മൾ അത് എടുക്കുമ്പോഴേക്കും സപ്പോസ് ടൈം ലേറ്റ് ആയി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇനി വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ റീസെന്റ് എന്നുള്ളത് അമർത്തി കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹത്തിന് ഒരു പുതിയ OTP വരും. അത് നമ്മളോട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി OTP ഇല്ലാത്തൊരു ഓപ്ഷൻ ഞാൻ വീണ്ടും കാണിക്കാം. വെരിഫൈ മാനുവൽ. അവിടെ താഴെ കണ്ടില്ല നീല കളറിൽ എഴുതിയിട്ടുണ്ട് വെരിഫൈ മാനുവൽ. അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല ഇതുപോലൊരു ഓപ്ഷൻ വരും. അപ്പൊ ഇവിടെ നമ്മൾ എന്ന് ചോദിച്ചാൽ ഫിൽ അഡ്രസ്, അതായത് KYC എന്താണോ ഡോക്യുമെന്റ് കൊടുക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഡോക്യുമെന്റ് നമ്പർ എന്താണോ ആധാർ നമ്പർ വീണ്ടും ഇവിടെ ടൈപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഹൗസ് നമ്പർ ചോദിക്കുന്നുണ്ട്, അത് സ്റ്റാർ ഇല്ല, നിർബന്ധമില്ല. സ്ട്രീറ്റ് ചോദിക്കുന്നുണ്ട്, അതും നിർബന്ധമല്ല. കാരണം അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്യണം. അഡ്രസ്സിൽ ഇത് രണ്ടും വരുന്നതുകൊണ്ട് അഡ്രസ് ഉള്ളത് വിത്ത് സ്റ്റാർ ആണ്. അപ്പൊ നമ്മൾ ആ മറ്റേ ആധാർ കാർഡിലാണോ ഉണ്ടെങ്കിൽ അതിൽ അഡ്രസ്സ് എന്താണെങ്കിൽ അത് ഫുള്ള് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെയിം ആധാർ കാർഡിന്റെ അഡ്രസ്സ്. ലാൻഡ് മാർക്ക് നമ്മൾ ഓൾറെഡി കൊടുത്തതാണ്, അതുകൊണ്ട് അവിടെ സ്റ്റാർ ഇല്ല, നിർബന്ധമില്ല. പിൻകോഡ് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് കേരള അടിച്ചു കൊടുക്കുക. സിറ്റി ഏതാണ്, ഷൊർണൂരാണെങ്കിൽ ഷൊർണൂർ, ഓട്ടുപാറ, വടക്കാഞ്ചേരി ഏതാണ് നമ്മുടെ സിറ്റി ഏതാണെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ OTP ആണെങ്കിൽ ഇതുപോലെ നമുക്ക് പാസ്പോർട്ട്, ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർ തന്നെ അത് ഓൺലൈനിൽ അവർ സെർച്ച് ചെയ്തെടുത്തോളും, നമുക്ക് പ്രോബ്ലം ഇല്ല. നമ്മളത് OTP കൊടുക്കാതെ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻ. അപ്പൊ നമ്മുടെ ആധാർ കാർഡിന്റെ ഫ്രണ്ട് പേജ് അപ്ലോഡ് ചെയ്യണം, ബാക്ക് പേജും അപ്ലോഡ് ചെയ്യണം. അതിന് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ആരോ കണ്ടില്ലേ, ഫ്രണ്ട് അപ്ലോഡ് എന്നുള്ളതിന്റെ ആരോ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത് പോകുന്നത് ഇതുപോലെ ഓപ്ഷൻ വരും. ഇതിൽ നമ്മൾ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഉള്ള ടിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിക്കകത്തുള്ള എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിന് സെർച്ച് ചെയ്തിട്ട് ആധാർ കാർഡിനെ നമ്മൾ കൊടുക്കണം, ഫ്രണ്ട് പേജ് കൊടുക്കണം. അതേപോലെ തന്നെ ബാക്ക് അപ്ലോഡ് എന്ന് പറഞ്ഞാൽ ആരോ ടിക്ക് ചെയ്ത് വീണ്ടും ഇതിന്റെ സെക്കൻഡ് പേജ്, ബാക്ക് പേജ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്തിട്ടാണ് ഇവിടെ നെക്സ്റ്റ് കൊടുക്കേണ്ടത്. ഇതിപ്പോ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ സ്കിപ്പ് KYC, ഇതിപ്പോ ഞാൻ ഇതൊന്നും ചെയ്യാത്തതുകൊണ്ട് സ്കിപ്പ് KYC കൊടുത്താൽ നെക്സ്റ്റ് വരും. ഇനിയിപ്പോ ആധാർ നമ്പർ നമ്മൾ സെലക്ട് ചെയ്തു. ഇത് നമ്മൾ ഇത്രയും സ്കിപ്പ് ചെയ്തുകൊണ്ട് കറക്റ്റ് പോകാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓടി ചെയ്യേണ്ടി വരും. ഒന്നുകൂടെ വാച്ച് ചെയ്യുക, ആദ്യം മുതൽ വാച്ച് ചെയ്യുക. ഞാൻ ചെയ്ത് വേഗം വരാം, ഈ പേജിലേക്ക് വീണ്ടും കയറി വരാം. ഇതിപ്പോ നമ്മളിങ്ങനെ പല ഓപ്ഷൻസ് എടുത്തുകൊണ്ട് നെക്സ്റ്റ് പേജിലേക്ക് കയറാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും.
നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പേജിലേക്ക് വന്ന് KYC നെക്സ്റ്റ് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യാം. ഡീറ്റെയിൽ ചിലപ്പോൾ നമ്മളൊരു കസ്റ്റമർ ചെയ്യുന്നതുകൊണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് ചോദിച്ചാൽ അദ്ദേഹം തരില്ല, പാസ്ബുക്ക് തരില്ല. കാരണം അദ്ദേഹത്തിന് പല അനുഭവങ്ങൾ ഉണ്ടാവാം. അപ്പൊ അദ്ദേഹം ചിലപ്പോൾ ആദ്യം നമ്മളോട് സഹകരിച്ചോളന്നില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി തരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് നെയിം, അതിൽ അക്കൗണ്ട് നെയിം എന്താണോ അത് കറക്റ്റ് ടൈപ്പ് ചെയ്യുക. ബാങ്കിലെ ഫ്രണ്ട് പേജിൽ തന്നെ IFSC കോഡ് ഉണ്ടാവും, അത് അവിടെ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ബാങ്ക് നെയിം എന്താണ് കൊടുക്കുക, ബ്രാഞ്ച് ഏതാണ്, ഷൊർണൂർ, ഓട്ടുവാർ ഏതാ വെച്ചാൽ ബ്രാഞ്ച് കൊടുക്കുക. അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക, കൺഫേം അക്കൗണ്ട് നമ്പർ, രണ്ടാമത് ഒന്നും കൂടെ അതേ അക്കൗണ്ട് നമ്പർ ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ഏരോയില് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് പേജ് കോപ്പി അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമുക്ക് ജസ്റ്റ് ബാങ്ക് ഡീറ്റെയിൽസ് ആകെ അത് കൊടുക്കേണ്ടുള്ളൂ, വേറെ ഒരു ഡീറ്റെയിലും വേണ്ട. ഇനിയിപ്പോ ഇത് നമുക്ക് പെട്ടെന്ന് അദ്ദേഹം തന്നില്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന് നാളെ മേലെ ഒരു 1000 രൂപ 1200 എന്തെങ്കിലും ഒരു കമ്മീഷൻ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് ചെന്ന് പറയാം, സാറിന്റെ അക്കൗണ്ടിൽ കമ്മീഷൻ ഉണ്ട്, ഇപ്പോഴെങ്കിലും ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്താൽ സാറിന്റെ അക്കൗണ്ടിലേക്ക് കയറി വരും എന്ന് പറയുമ്പോൾ അന്ന് നമുക്ക് അദ്ദേഹം ചിലപ്പോൾ സഹകരിക്കും, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അദ്ദേഹം തരും. അപ്പോൾ നമുക്കിവിടെ ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ടൈപ്പ് ചെയ്ത എല്ലാ ഡീറ്റെയിൽ അതിനകത്ത് വരും. അതായത് നമ്മൾ കൊടുത്തുള്ള സ്പോൺസർ MA നമ്പർ എന്താണ്, പ്ലേസ്മെന്റ് MA നമ്പർ ആരുടെയാണെന്നുള്ള ഡീറ്റെയിലും, അതുപോലെ അദ്ദേഹത്തിന് ഈ ചേർത്താൻ പോകുന്ന വ്യക്തിയുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, എല്ലാ ഡീറ്റെയിലും, അതിന്റെ ജെൻഡർ വരുന്നുണ്ട്, അതുപോലെ മറ്റുള്ള ലാൻഡ്മാർക്ക് കാര്യങ്ങൾ, ഇതെല്ലാം ഒന്ന് ഓടിച്ചു നോക്കുക. നമ്മൾ ടൈപ്പ് ചെയ്ത് കറക്റ്റ് തന്നെയാണോ, മൊബൈൽ നമ്പർ, ആൾട്ടർനേറ്റ് ഫോൺ നമ്പർ എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ താഴെ ചെന്നുകൊണ്ട് അവിടെ രണ്ടും കൂടെ ടിക്ക് ചെയ്യണം. അതിനകത്ത് നമ്മൾ ചെയ്ത് കറക്റ്റ് ആണെന്നുള്ള ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ഉടനെ രജിസ്റ്റർ ആയി. ഇതുവരെ ഈ രജിസ്റ്റർ അമർത്താതെ ഇതുവരെ ചെയ്ത മുഴുവൻ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഈ രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ഇപ്പൊ തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് നമ്മുടെ താഴെ രജിസ്റ്റർ ആയി കയറി പോകും. അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് എല്ലാവരും മൊബൈൽ എടുത്ത് ജസ്റ്റ് ചെയ്തു നോക്കുക, എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും കാര്യമുള്ളൂ, സിമ്പിൾ ആണ്, വളരെ ഒരു 5 മിനിറ്റ് കൂടെ വേണ്ട ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ചെയ്തെടുക്കാൻ. രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്യരുത്, അത് ക്ലിക്ക് ചെയ്താൽ ഇതിപ്പോ താനെ ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർ ആയി കയറി പോകും. അപ്പൊ അത് മാത്രം, അതുവരെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കും. ഞാൻ ഇതുവരെ ഒരു ചെക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ ചെയ്തുകൊണ്ട് തന്നെ അറിയാതെ കയ്യിൽ രജിസ്റ്റർ എന്നുള്ളത് തട്ടിപ്പോയപ്പോ ഇതേപോലെ ഒരു വ്യക്തി ഫാൻസി നമ്പർ, പേരില്ലാതെ ഒരു വ്യക്തിയുടെ ജോയിനിങ് കയറി. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരു ടോപ്പ് മോസ്റ്റ് ബാബുരാജ് സാറ്, അതായത് നമ്മുടെ സന്തോഷ് സാറിന്റെ ചേട്ടനാണ്. അദ്ദേഹം ഇന്നലെ മിനിഞ്ഞാന്ന് തന്നെ വിളിച്ചിട്ട് അതിൽ ഇങ്ങനെ ഒരു പേരുള്ള ഒരു വ്യക്തി ഉണ്ടോ, സത്യം പറയാ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഇത് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത അറിയാതെ രജിസ്റ്റർ എന്നുള്ള തട്ടിപ്പോയതാണ്. ആ ബാബുരാജ് സാർ എന്ന് വെച്ചാൽ ഇപ്പൊ പുതുതായി വരുന്ന ജോയിനിങ് ഉള്ളവരുടെ നമ്പർ എല്ലാം എടുത്തുകൊണ്ട് വിളിക്കുന്ന ഒരു പരിപാടി സിസ്റ്റം ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ നമ്പർ നോക്കിയപ്പോൾ 1234554321 കണ്ടപ്പോ അദ്ദേഹത്തിന് ഡൗട്ടായി. അപ്പൊ ഇത് ആരാണ് ചേർത്തിയെന്നല്ല അദ്ദേഹം ഉള്ളിൽ ചെന്ന് കണ്ടുപിടിച്ച് എന്റെ നമ്പർ എടുത്ത് എന്നെ കോൺടാക്ട് ചെയ്തതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ നമ്മളിത് ഇതുവരെ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി രജിസ്റ്റർ ആയി പോകും. അതുവരെ നമുക്ക് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇതാണ് നമുക്ക് ചെയ്യേണ്ട രജിസ്ട്രേഷൻ, സിമ്പിൾ ആണ്. ഇതിന് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഉടനെ നമുക്കൊരു കമ്പനിയുടെ മെസ്സേജ് തരും. ഇതില്ല, അന്ന് ഞാൻ എന്റെ കൈ അറിയാതെ തട്ടിപ്പോയ ഒരു മെസ്സേജിന്റെ ജസ്റ്റ് വന്നിട്ടുള്ളതാണ്. താങ്ക് യു ഫോർ യുവർ ആപ്ലിക്കേഷൻ. ഇതിന് താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അതായത് ഇതിന്റെ താഴെ നമ്മുടെ പുതിയൊരു കസ്റ്റമർ ഓൺ PC നമ്പർ, അദ്ദേഹത്തിന്റെ നമ്പറാണ് 7640, കണ്ടില്ലേ? പുതിയ ആളുടെ നമ്പറാണ് 76402010. ആ നമ്പറിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സ്പോൺസർ ID അതായത് താഴെ കൊടുത്തിട്ടുണ്ട് 71130763, അത് എന്റെ നമ്പറും. പ്ലേസ്മെന്റ് ID എന്ന് പറയുന്നത് 76265199, വർഗീസ് എന്ന് പറയുന്ന ആളാണ്. അത് നമ്മൾ ചെയ്തതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ കണ്ട് അദ്ദേഹത്തിന് താഴെ രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇതുപോലൊരു മെസ്സേജ് അപ്പൊ തന്നെ ആ വിൻഡോയിൽ വരികയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പേഴ്സണൽ SMS ആയിട്ട് ഒന്നും കൂടെ വരും. ഇത് SMS ആയിട്ട് നമുക്ക് വരുന്നതാണ്. ഇതിപ്പോ എനിക്ക് തോന്നുന്ന SMS ആണ്. കൺഗ്രാജുലേഷൻസ്, കണ്ടില്ലേ? 76402010 ഹാസ് ജോയിൻഡ് ആസ് എ പ്രിഫേർഡ് കസ്റ്റമർ അണ്ടർ യു. അതായത് നമ്മുടെ താഴെയാണ്, പക്ഷെ വർഗീസിന്റെ നമ്പറിന് താഴെയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ കോൺടാക്ട് ആണ്, അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറാണ് ഇവിടെ വരേണ്ടത്. കണ്ടോ, ഞാൻ ഫാൻസി നമ്പർ അടിച്ചുകൊണ്ടാണ് 1234555321 വരാൻ കാരണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കറക്റ്റ് അവിടെ ഫോൺ നമ്പർ വരും. അപ്പൊ നമുക്ക് നമ്മുടെ താഴെ ഒരു വ്യക്തി ജോയിൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമുക്ക് വരുന്നുണ്ട്. ഈ നമ്പർ കിട്ടാത്തതുകൊണ്ടാണ് ബാബുരാജ് സാറ് അത് തെരഞ്ഞെടുത്ത് എന്നെ കണ്ടുപിടിച്ചിട്ട് എന്നെ വിളിക്കാൻ കാരണം. അപ്പോൾ ഇത് വളരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ വരെ നമുക്ക് അതുവരെ പ്രാക്ടീസ് ചെയ്യാം വീട്ടിലിരുന്ന്. രജിസ്റ്റർ എന്നുള്ളത് അമർത്തരുത്, പക്കയാണെങ്കിൽ മാത്രം അമർത്തരുത്, അല്ലാതെ പഠിക്കാനായിട്ട് ഒരിക്കലും അമർത്തരുത്. അതുവരെ നമ്മളിത് പഠിക്കുക, സിമ്പിൾ ആണ്, വെറും 5 മിനിറ്റേ വേണ്ടൂ. ഇത്രയും കാര്യങ്ങൾ ഒരു കസ്റ്റമറെ മുന്നിൽ ഡീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് കസ്റ്റമർക്ക് ഒരു ഇതേപോലെ SMS വരും. അദ്ദേഹത്തിന്റെ MA നമ്പറും വിത്ത് പാസ്വേഡോടുകൂടി അദ്ദേഹത്തിന്റെ മൊബൈലിലേക്കാണ് ആ മെസ്സേജ് വരിക. അതോടെ നമ്മുടെ രജിസ്ട്രേഷൻ ക്ലിയർ ആയി.